ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നയന ജോയ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക കൊണ്ട് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ചീമച്ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. കടച്ചക്ക എന്നും പറയാറുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി ഇതുപോലെ ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലൊക്കെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം. അങ്ങനെയെങ്കിൽ ഒരുപാടങ്ങ് കറക്കത്തില്ല. കുക്കർ അടുപ്പത്ത് വെച്ച് അരിഞ്ഞു വച്ചിരിക്കുന്ന ചീമച്ചക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചീമച്ചക്ക വേകാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു സവാളയും കൂടെ ചേർക്കാം. കുക്കർ അടച്ചു വെച്ച് വേകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നാൽ മതി, നല്ലതുപോലെ വെന്ത് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. ഒരു തേങ്ങയുടെ പകുതി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 3-4 ചെറിയ ഉള്ളിയും 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ. നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തേങ്ങ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിലിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങ നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വേകാൻ വച്ചിരിക്കുന്ന ചീമച്ചക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വെന്ത് പാകമായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അരച്ചെടുത്ത അരപ്പ് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി അതിലുള്ള അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ചാറ് ആവശ്യമാണെങ്കിൽ നമുക്ക് അധികം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം അധികം ചേർക്കുന്നില്ല. തിളച്ച് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി പാകമായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടച്ചു വയ്ക്കാം. അടുത്തതായി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ശേഷം കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം.
ഉള്ളി നന്നായി മൂത്ത് ബ്രൗൺ നിറമാവുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ രുചികരമായ ചീമച്ചക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ഞാനിവിടെ ചൂട് ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. വേറെ കറി ഒന്നും തന്നെ വേണ്ട, ഈ ഒരു കറി മാത്രം മതി കഴിക്കാൻ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയല്ല ചീമച്ചക്ക കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായും ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.